This is 24. നമസ്കാരം. 75 വാഗ്ദാനങ്ങളുമായാണ് ബി.ജെ.പിയുടെ പ്രകടന പത്രിക പുറത്തിറങ്ങിയിരിക്കുന്നത്. സങ്കൽപ് പത്ര എന്ന പേരിലാണ് ആ പ്രകടന പത്രിക പുറത്തിറങ്ങിയിരിക്കുന്നത്. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കും, 60 വയസ്സ് കഴിഞ്ഞ ചെറുകിട ഇടത്തരം കർഷകർക്ക് പെൻഷൻ ഏർപ്പെടുത്തും, പലിശരഹിത വായ്പ ഏർപ്പെടുത്തും, ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കും. അതോടൊപ്പം തന്നെ കാലങ്ങളായി ആവർത്തിച്ചു പോരുന്ന രാമക്ഷേത്ര നിർമ്മാണം അടക്കമുള്ള വിഷയങ്ങളിൽ വാഗ്ദാനം നൽകുന്നു. അത് പരസ്പര സഹകരണത്തോടെ രാമക്ഷേത്രം നിർമ്മിക്കും, പൗരത്വ ഭേദഗതി ബിൽ നടപ്പാക്കും, സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കും. ഇങ്ങനെ ഒട്ടേറെ വാഗ്ദാനങ്ങൾ, കൃത്യമായി എണ്ണി പറഞ്ഞാൽ 75 വാഗ്ദാനങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് ബി.ജെ.പിയുടെ പ്രകടന പത്രിക. ന്യായ് പദ്ധതി അടക്കം മുന്നോട്ട് വെച്ച കോൺഗ്രസിന്റെ പ്രകടന പത്രികയുമായി ഈ ഘട്ടത്തിൽ ഇതിനെ താരതമ്യം ചെയ്യേണ്ടതുണ്ട്. കാരണം പ്രധാനമായും രണ്ട് മുന്നണികൾക്ക് നേതൃത്വം നൽകുന്ന രണ്ട് പാർട്ടികളാണ് ബി.ജെ.പിയും കോൺഗ്രസും. അവർ മുന്നോട്ട് വച്ചിരിക്കുന്ന വാഗ്ദാനങ്ങളെ തീർച്ചയായും നമ്മൾ താരതമ്യം ചെയ്യേണ്ടതുണ്ട്. വിജയൻ, എങ്ങനെ തോന്നുന്നു ബി.ജെ.പിയുടെ പ്രകടന പത്രിക കൂടി വരുമ്പോൾ വാഗ്ദാനങ്ങളിൽ ഈ ഇരു മുന്നണികളും എങ്ങനെയാണ് ഒപ്പത്തിനൊപ്പം പിടിച്ചു നിൽക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഹർഷൻ, വളരെ കാലങ്ങൾക്ക് ശേഷം രണ്ട് പ്രകടന പത്രികകൾ തമ്മിൽ രാഷ്ട്രീയമായ ഏറ്റുമുട്ടൽ നടക്കുന്നു എന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകതയാണ്. മുൻകാലങ്ങളിൽ പ്രകടന പത്രികകൾ ഇത്രത്തോളം ചർച്ചയാവാറുണ്ടായിരുന്നില്ല. അത് പതിവ് ഒരു വഴിപാട് പോലെ അങ്ങനെ പോവുകയായിരുന്നു. പക്ഷേ ഇത്തവണ അതിന് വ്യത്യാസം വന്നിട്ടുണ്ട്. പ്രകടന പത്രികകൾ ചർച്ച ചെയ്യുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് സ്വാഭാവികമായും കോൺഗ്രസിന്റെ ന്യായ പദ്ധതിയും ബി.ജെ.പി ഉയർത്തുന്ന ഈ ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട അവരുടെ കുറെ കൂടി കടുത്ത നിലപാടുകൾ, കർഷകക്ഷേമം, ഇപ്പോൾ റൂറൽ ഇന്ത്യ ബി.ജെ.പിയെ കൈവിടുന്നു എന്നതാണ് ബി.ജെ.പി ആശങ്കപ്പെടുന്നത്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാവാം റൂറൽ ഇന്ത്യയെ അഡ്രസ്സ് ചെയ്യാൻ ഈ പ്രകടന പത്രികയിൽ ബി.ജെ.പി ശ്രമിക്കുന്നുണ്ട് എന്നതാണ് പ്രധാനം. ഒരു ഗ്രാമസ്വരാജാണ്. അത് വ്യത്യസ്തമായാണ്. ഇത് പ്രകടമായ വ്യത്യാസം ഈ രണ്ട് പ്രകടന പത്രികകളും തമ്മിൽ. അത് ഒന്ന്, ഈ നേരത്തെ പറഞ്ഞ രാജ്യസുരക്ഷയുടെ അടക്കം കാര്യങ്ങളിൽ കാഴ്ചപ്പാടുകളിലെ വ്യത്യാസം വളരെ പ്രകടമാണ്. അതായത് ബി.ജെ.പിയുടെ കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഈ പ്രകടന പത്രികയിൽ. മറ്റ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഇതുവരെ പിന്തുടർന്ന അവരുടെ നയങ്ങളിൽ നിന്നുള്ള ഒരു വ്യതിചലനം തന്നെയാണ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിലും ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം രണ്ടും തമ്മിലുള്ള സാമ്യം എന്നത് കർഷകരുടെ പ്രശ്നത്തിലേക്ക് വരുമ്പോഴാണ്. അതിനും വ്യത്യസ്തമായ മാർഗങ്ങളാണ് അവർ തേടുന്നത്. ഇപ്പം ന്യായ് പദ്ധതി പോലെയുള്ള പദ്ധതികളാണ് കോൺഗ്രസ് ആവിഷ്കരിക്കുന്നതെങ്കിൽ ഇത് വിദഗ്ധ സമിതിയെ വെച്ചുകൊണ്ട് അതായത് ശാക്തീകരിച്ചെടുക്കുക കർഷകനെ എന്നുള്ള ഒരു ലക്ഷ്യമാണ്. അതായത് പിന്തുടർന്നു പോരുന്ന സാമ്പത്തിക നയത്തിൽ നിന്ന് എന്തായാലും പിന്നോട്ടില്ല എന്ന സൂചന തന്നെ നൽകുന്ന ഒരു പ്രകടന പത്രികയാണ്. ബി.ജെ.പി ഏതായാലും അതിന്റെ സാമ്പത്തിക നയത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പൊളിച്ചെഴുത്തിന് ഈ ഘട്ടത്തിൽ തയ്യാറല്ല എന്ന് ഈ പ്രകടന പത്രികയിൽ നിന്ന് വ്യക്തമാണ്. കഴിഞ്ഞ ഏതാണ്ട് 91 മുതൽ രാജ്യം പിന്തുടരുന്ന സാമ്പത്തിക നയങ്ങൾ അത് ബി.ജെ.പി സർക്കാർ 2014 കുറെ കൂടി ശക്തമായി നടപ്പാക്കി. അത് അതേ നിലയിൽ തുടരും എന്ന് തന്നെയാണ്. ഇന്ത്യയെ ഒരു സാമ്പത്തിക ശക്തിയാക്കി മാറ്റുക എന്നത് ആണ് പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക എന്ന ബി.ജെ.പിയുടെ തീർച്ചയായും ഇതെല്ലാം ഈ വിശദമായ ഇതിന്റെ ചർച്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇലക്ഷൻ എക്സ്പെർട്ട് അതോടൊപ്പം വിജയൻ, ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ഈ തെരഞ്ഞെടുപ്പ് തന്ത്രം എന്ന നിലയ്ക്ക് ബി.ജെ.പിക്ക് ഏറ്റവും അനുകൂലമാവാറുള്ള ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളെല്ലാം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നതുകൂടിയാണ്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ശബരിമല അടക്കമുള്ള വിഷയങ്ങളിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്ന തരത്തിൽ, ഈ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന തരത്തിൽ, വ്യത്യസ്ത വിശ്വാസങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ, നിയമനിർമ്മാണം നടത്തുന്നതടക്കമുള്ള വാഗ്ദാനങ്ങൾ ബി.ജെ.പിയുടെ പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുന്നു. ഒപ്പം രാമക്ഷേത്ര നിർമ്മാണം, അത് ഒരു കൺസെൻസസിലൂടെ രാമക്ഷേത്ര നിർമ്മാണം ഉറപ്പാക്കും എന്നും പറയുന്നു. പക്ഷേ ശ്രദ്ധേയമായ ഒരു കാര്യം, രാമക്ഷേത്ര നിർമ്മാണം എന്നത് ഒരു ഒത്തുതീർപ്പിൻ്റെ ഭാഗമായി നിർമ്മിക്കും എന്ന വാഗ്ദാനമാണ് ഇക്കുറി നൽകിയിരിക്കുന്നത് എന്നതുകൂടി ശ്രദ്ധേയമാണ്. രാമക്ഷേത്ര നിർമ്മാണ കാര്യത്തിൽ സമവായത്തിന്റെ വഴി തേടുന്നു എന്ന സൂചന നമുക്ക് ഈ പ്രകടന പത്രികയിൽ കാണാം. എനിക്കൊന്ന് വടക്കോട്ട് രാമക്ഷേത്രവും തെക്കോട്ട് ശബരിമലയും എന്ന നിലയിലേക്ക് ബി.ജെ.പി പ്രകടന പത്രികയിൽ വിശ്വാസത്തെ മാറ്റിവെക്കുന്നുണ്ട്. സ്ഥിരം ബി.ജെ.പിയുടെ പ്രഖ്യാപനങ്ങളായ ഏക സിവിൽ കോഡ്, 370-ാം വകുപ്പ്, കശ്മീരിൻ്റെ 35A, ആർട്ടിക്കിൾ 35A, അതൊക്കെ ആവർത്തിച്ച് ഈ പ്രകടന പത്രികയിലും നമുക്ക് കാണാൻ കഴിയും. കോൺഗ്രസ് അബ്സ പോലെയുള്ള
സർക്കാരിൻ്റെ പ്രത്യേക അവകാശങ്ങൾ, സൈനിക അവകാശങ്ങൾക്കെതിരെ നിലപാടെടുക്കുമ്പോൾ അത്തരം നടപടികൾ കുറെ കൂടി കർക്കശമായി നടപ്പാക്കുമെന്ന സൂചന ഈ പ്രകടന പത്രികയിൽ നമുക്ക് കാണാൻ കഴിയും. കശ്മീരിൻ്റെയൊക്കെ കാര്യത്തിലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെയൊക്കെ കാര്യത്തിൽ അത് കുറെ കൂടി കർക്കശമാക്കും. നേരിട്ട് പറയുന്നില്ലെങ്കിലും ആ സൂചനകൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ അക്കാര്യത്തിൽ കുറെ കൂടി, അതായത് എണ്ണി പറയാൻ കുറെ വിഷയങ്ങളുണ്ടായിരുന്നു അവർക്ക്. കാരണം അധികകാലം തടങ്കലിൽ വെക്കുന്ന ഒരു സമീപനം തുടരുന്നു, അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള നടപടി. അങ്ങനെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഉയർന്നു വന്നിരുന്ന, അതായത് മോദി സർക്കാരിൻ്റെ കാലത്ത് മോദി സർക്കാരിനെതിരെ ഉയർന്നു വന്നിരുന്ന ആരോപണങ്ങളെ, അതല്ലെങ്കിൽ വാർത്തകളെ എന്ന് വേണമെങ്കിൽ കുറെ കൂടി ലളിതമായി പറയാം. കാരണം നേരിട്ട് ഒരു വോട്ടറിലേക്ക് എത്തുമ്പോൾ അങ്ങനെയാണല്ലോ അത് അനുഭവവേദ്യമാവുക. അപ്പോൾ അങ്ങനത്തെ ആ ഓരോ വാർത്തകളെയും എണ്ണിയെടുത്തുകൊണ്ടുള്ള ഒരു പ്രകടന പത്രികയായിരുന്നു തയ്യാറാക്കിയതെങ്കിൽ ഇവിടെ ഒരു തുടർച്ചയുടെ പ്രകടന പത്രികയാണ്. അതായത് മോദി സർക്കാരിന്റെ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രകടന പത്രികയാണ് എന്ന് വിലയിരുത്താം. എനിക്കൊന്ന് ഈ ദേശീയത എന്നത് തീവ്ര ദേശീയതയിലേക്ക് പോകുന്നു. ഹിന്ദുത്വം എന്നത് പരമ്പരാഗതമായി BJP ഉയർത്തിക്കൊണ്ടുവരുന്ന ഹിന്ദുത്വ ആശയങ്ങളിൽ അതേപടി നിലനിൽക്കുന്നു. ദേശീയതയാണ് ഞങ്ങളുടെ ഊർജ്ജ സ്രോതസ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിൻ്റെ ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിരിക്കും ദേശീയതയുടെ ഭാഗമായൊക്കെ ആയിരിക്കാം BJP ഈ കശ്മീർ വിഷയത്തെ സമീപിക്കുന്നത്, അല്ലെങ്കിൽ ഈ സൈനിക സീറോ ടോളറൻസ് അഗെയിൻസ്റ്റ് ടെററിസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്തരം വിഷയങ്ങളിലൊക്കെ കുറെ കൂടി കർക്കശ നിലപാട് സ്വീകരിക്കാനും ഈ ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു BJP തയ്യാറാകുന്നു. പ്രകടന പത്രികയിൽ ഇത് കാണാം. പക്ഷേ എനിക്ക് ഇതിൽ കോൺട്രഡിക്ടറി ആയി തോന്നിയ ഒരു വിഷയം, ഈ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് പറയുന്നു. അതേസമയം തന്നെയാണ് ഈ വ്യത്യസ്ത വിശ്വാസങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നത്. ഈ വിശ്വാസങ്ങളിൽ അത് ഈ ഏകീകൃത സിവിൽ കോഡ് എന്നതിലേക്ക് വരുമ്പോൾ ഈ വ്യത്യസ്ത വിശ്വാസങ്ങൾ, ഇപ്പോൾ ശബരിമലയുടെ കാര്യം തന്നെ നമുക്ക് എടുക്കാം. ആദ്യഘട്ടത്തിൽ ചർച്ചയായത് RSS അടക്കം അതിനെ സ്വാഗതം ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം എന്നത് ഏകീകൃത ഏക സിവിൽ കോഡിലേക്കുള്ള വഴിയാണ് എന്നതായിരുന്നു. ഇത് രണ്ടും വാഗ്ദാനം ചെയ്യുന്നു. ഒരേ പ്രകടന പത്രികയിൽ രണ്ട് വാഗ്ദാനങ്ങളും ഉണ്ട് എന്നത് ശ്രദ്ധിച്ചു. അതെ, അത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പം എനിക്ക് തോന്നുന്നത് ഏക സിവിൽ കോഡ് എന്നത് ഈ ഘട്ടത്തിൽ പറയുകയും അതിനോടൊപ്പം തന്നെ മുത്തലാഖിനെതിരായ നിയമ നടപടികൾ തുടരും എന്ന് പറയുന്നുണ്ട്. നിക്കാഹ് ഹലായിക്കെതിരായിട്ടുള്ള നടപടികൾ തുടരുമെന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഹിന്ദുത്വ ആശയങ്ങൾ, ദേശീയത, അതിനെയൊക്കെ ചേർത്ത് വെച്ചിട്ടായിരിക്കാം BJP ഇതൊക്കെ ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. സംഘപരിവാറിൻ്റെ ഒരു ഐഡിയോളജിക്കൽ ഒരു ബാക്കപ്പ് ആണല്ലോ ഈ ദേശീയതയും അതിനോടനുബന്ധിച്ചുള്ള ഈ ഏക സിവിൽ കോഡുമൊക്കെ. അപ്പോൾ സ്വാഭാവികമായും ഹിന്ദുത്വ ആശയങ്ങളിൽ ഊന്നി നിൽക്കുകയും അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഏക സിവിൽ കോഡ് എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യുക എന്ന RSSന്റെ നാഗ്പൂരിൽ നിന്നുള്ള ഒരു നിർദ്ദേശം അതായിരിക്കാം ഒരുപക്ഷെ BJPയുടെ ഈ പ്രകടന പത്രികയിൽ നമുക്ക് കാണാൻ. അതായത് ഒഴിവാക്കാനാവില്ല. ഈ പറഞ്ഞ ശബരിമലയിലേക്ക് എത്തുന്ന ഒരു വാഗ്ദാനത്തെ ഈ പ്രകടന പത്രികയിൽ എന്തായാലും ഒഴിവാക്കാനാവില്ല. കാരണം അത് ദക്ഷിണേന്ത്യയെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഉത്തരേന്ത്യയിൽ രാമക്ഷേത്രം പോലെ ദക്ഷിണേന്ത്യയിൽ എല്ലായിടത്തും ചർച്ചയാകാവുന്ന ഒരു വാഗ്ദാനമാണ്. അതൊരു കാരണവശാലും അതുകൊണ്ട് തന്നെ ഒഴിവാക്കാനും കഴിയില്ല. അതുകൊണ്ട് അത് ബോധപൂർവ്വം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ദീർഘകാല ലക്ഷ്യം എന്ന ഏക സിവിൽ കോഡ് എന്നതിലേക്ക് പോകാതിരിക്കാനും കഴിയില്ല. അപ്പോൾ ആ വിഷയവും ഇതിൽ ഉൾപ്പെടുത്തി. എനിക്ക് തോന്നുന്നു ശബരിമല വിഷയത്തിൽ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന് ഇത്രയെങ്കിലും പറഞ്ഞേ മതിയാകൂ. ആ നിലയിലുള്ള സമ്മർദ്ദം കേരളത്തിൽ നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായും അത് പറഞ്ഞു തന്നെ മുന്നോട്ട് പോകേണ്ടി വരും. അല്ലാത്ത ഒരു സമ്മർദ്ദം ആ വിഷയത്തിൽ BJPക്ക് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും. രാധാകൃഷ്ണൻ കൂടി ചേരുകയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. രാധാകൃഷ്ണൻ, എങ്ങനെയാണ് ഈ രണ്ട് പ്രകടന പത്രികയും ഞങ്ങൾ താരതമ്യം ചെയ്യുകയായിരുന്നു. ഏകദേശമൊക്കെ വിഷയങ്ങളിൽ, അതായത് ഇപ്പോൾ കർഷകരുടെ കാര്യത്തിലടക്കമുള്ള വിഷയങ്ങളിൽ വാഗ്ദാനങ്ങളുടെ സ്വഭാവം ഏതാണ്ട് ഒരുപോലെ പോകുന്നുണ്ടെങ്കിലും സാമ്പത്തിക നയങ്ങളിൽ പ്രകടമായ വ്യത്യാസം, അതായത് കോൺഗ്രസിനും ഇതേ നയം തന്നെയായിരുന്നു. 91 ഇത് തുടങ്ങി വെച്ചത് കോൺഗ്രസ് ആണ്. പക്ഷേ അതിൽ നിന്നുള്ള വ്യതിചലനം കോൺഗ്രസ് വളരെ കൃത്യമായി ഇത്തവണത്തെ പ്രകടന പത്രികയിൽ മുന്നോട്ട് വച്ചിരുന്നു. ഇത് ഈ സാമ്പത്തിക നയങ്ങളുടെ ഒരു തുടർച്ചയാണ്, മോദി സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ ഒരു തുടർച്ചയാണ് ലക്ഷ്യമിടുന്നത്. അവർക്ക് തുടർന്ന് ചെയ്യാനുള്ളതാണ്. കാരണം അതുകൊണ്ട് 2022 തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. വിഷൻ 2022 ആണ് ആ മട്ടിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രകടന പത്രികയും ഇതിനെയും വിലയിരുത്താം. എങ്ങനെയാണ് ഡൽഹിയിലെ രാഷ്ട്രീയ വൃത്തങ്ങൾ ഈ പ്രകടന പത്രികകളെ താരതമ്യം ചെയ്യുന്നത്? ഗൗരവത്തോടെ ഇത് പതിവിന് വിപരീതമായി പ്രകടന പത്രികകൾ ചർച്ചയാവുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടോ? തീർച്ചയായിട്ടും ഹർഷനും വിജയനും സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രകടന പത്രികകൾ ചർച്ചയാകുന്നത് സാധാരണഗതിയിൽ കഴിഞ്ഞ ഏതാണ്ട് ഒരു 20 വർഷത്തിനിടയിൽ ഡൽഹിയിലോ അല്ലെങ്കിൽ ദേശീയ മാധ്യമ പ്രവർത്തകർക്കോ പരിചയമുള്ള ഒരു
വാർത്തയോ വിശേഷമോ ഒന്നുമല്ല. പ്രകടന പത്രിക സാധാരണഗതിയിൽ അവഗണിക്കപ്പെട്ടു പോവുകയോ ചർച്ച ചെയ്യപ്പെടാതെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാതെ പോവുകയോ ചെയ്യുന്ന ഒരു പതിവുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വിപരീതമായിട്ട് ഇത്തവണ ഈ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ എങ്ങനെയൊക്കെ ഇരിക്കുന്നു, എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ച് ഇരു പാർട്ടികളുടെയും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ വലിയ ആകാംക്ഷയോടെയാണ് കാത്തിരുന്നത്. പ്രത്യേകിച്ച് ഇതിനൊരു തുടക്കമിട്ടത് ന്യായ് പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ പുറത്തെത്തിയതോടെയാണ്. ന്യായ് പദ്ധതിക്ക് അടിസ്ഥാനമായി കോൺഗ്രസ് പറഞ്ഞിരുന്ന കാര്യങ്ങൾ അതിനെ BJP വലിയ ശക്തമായിട്ട് എതിർവാദങ്ങൾ ഉന്നയിച്ച് ഖണ്ഡിച്ചു. ആ ഘട്ടത്തിൽ BJPയുടെ പ്രകടന പത്രികയിൽ സമാനമായിട്ട് ഉള്ള വാഗ്ദാനങ്ങൾ ഉണ്ടാകും എന്ന പ്രതീക്ഷയായിരുന്നു ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഏതായാലും തുടർന്ന് ഈ പ്രകടന പത്രികയെ, കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ BJP തന്നെ ഒരു ആയുധമാക്കി എടുക്കുകയും ദേശവിരുദ്ധമാണ് ആ പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. ഇതോടെയാണ് രണ്ട് പാർട്ടികളുടെയും പ്രകടന പത്രിക പ്രകടമായിട്ട് ദേശീയ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് ദേശീയ മാധ്യമപ്രവർത്തകർക്കിടയിൽ ഒരു ചർച്ചയാവുകയും വലിയ രീതിയിലുള്ള പ്രചാരം അതിന് ലഭിക്കുകയും ചെയ്തത്. ഇപ്പോഴത്തെ BJPയുടെ പ്രകടന പത്രികയും ആ വിധത്തിൽ വലിയ രീതിയിലുള്ള ചർച്ച നടക്കുന്നുണ്ട്, ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. BJPയുടെ പ്രകടന പത്രിക തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് BJP ഇപ്പോൾ അവകാശപ്പെടുന്നത് തങ്ങൾ ഇത് ഏതാണ്ട് 1 കോടിയോളം ആളുകളെ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 1 കോടിയോളം ആളുകളെ, അതിൽ പാർട്ടി പ്രവർത്തകരുണ്ട്, ഈ BJPക്ക് പുറത്തുള്ള പാർട്ടി പ്രവർത്തകരുണ്ട്, മറ്റ് മേഖലകളിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിവിധ മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിന്റെ ഒരു ക്രോസ് സെക്ഷന്റെ നിർദ്ദേശങ്ങളാണ് ഈ പ്രകടന പത്രികയുടെ ഭാഗമാക്കി ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് BJP അവകാശപ്പെടുന്നത്. മാത്രമല്ല, കഴിഞ്ഞ തവണ തങ്ങളുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന 550 വാഗ്ദാനങ്ങളിൽ 530 നടപ്പാക്കി എന്നുള്ള ഒരു മുഖവുരയോടുകൂടി തന്നെയാണ് BJP ഈ പ്രകടന പത്രികയുമായി. തീർച്ചയായും പ്രകടന പത്രികയിൽ രാധാകൃഷ്ണൻ ഇതുവരെ വിവരങ്ങൾ നൽകിയത്. പ്രകടന പത്രികയിൽ എന്തെല്ലാം കാര്യങ്ങളിലാണ് കോൺഗ്രസിന്റെയും BJPയുടെയും പ്രകടന പത്രികയിൽ നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയുന്നത് ഒറ്റ നോട്ടത്തിൽ എന്നത് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. പ്രകടന പത്രികയുടെ രാഷ്ട്രീയം ആ മട്ടിൽ പരിശോധിക്കുമ്പോൾ സാമൂഹ്യ സുരക്ഷയാണ് നമുക്ക് ഒന്നാമത് പരിശോധിക്കേണ്ടത്. സാമൂഹ്യ സുരക്ഷയിലേക്ക് പോയാൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക എന്തെല്ലാം പറയുന്നു എന്നത് പരിശോധിക്കാം. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ന്യായ് പദ്ധതി 5 കോടി നിർധന കുടുംബങ്ങൾക്ക് പ്രതിവർഷം 70,000 രൂപ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ന്യായ് പദ്ധതി. അതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റായി അവർ പറയുന്നത്, പ്രകടന പത്രികയിൽ പറയുന്നത്. 25 കോടി പേർക്കാണ് അതുകൊണ്ട് പ്രയോജനം ലഭിക്കുക എന്നതാണ് പറഞ്ഞിരിക്കുന്ന. 5 കോടി കുടുംബങ്ങൾക്ക്, 5 കോടി നിർധന കുടുംബങ്ങൾക്കാണ് അതുകൊണ്ട് പ്രയോജനം ലഭിക്കുക. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം 34 ലക്ഷം യുവാക്കൾക്ക് തൊഴിൽ നൽകും എന്നതാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളിലായി 24 ലക്ഷം ഒഴിവുകൾ നികത്തും എന്ന വാഗ്ദാനം കൂടിയുണ്ട്. 24 ലക്ഷം ഒഴിവുകൾ ഇപ്പോഴുണ്ട് എന്നതാണ് ആ പ്രകടന പത്രികയിലൂടെ കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഒരു കാര്യം. കാർഷിക കടത്തിൻ്റെ കാര്യത്തിൽ തിരിച്ചടയ്ക്കാത്തവർക്ക് എതിരായ ക്രിമിനൽ കേസ് ഒഴിവാക്കും എന്ന് പറയുന്നു. പകരം സിവിൽ കേസുകളായിരിക്കും ഉണ്ടാവുക. പ്രത്യേക കാർഷിക ബജറ്റ് അവതരിപ്പിക്കുമെന്നും പറയുന്നു. ഇതാണ് സാമൂഹ്യ സുരക്ഷയും കൃഷിയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. ഈ സാമൂഹ്യ സുരക്ഷ എന്നത് തന്നെ പ്രധാനമായും ഏതാണ്ട് കർഷകരെ ഊന്നി തന്നെയാണ് കോൺഗ്രസിന്റെ ഒരു പ്രകടന പത്രികയിൽ മുന്നോട്ട് പോയത്, അല്ലേ വിജയൻ? അത് കാർഷിക മേഖലയെ മാത്രം അതിൽ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ആ വിഷയങ്ങൾ കോൺഗ്രസ് അവതരിപ്പിച്ചത്. ഈ റൂറൽ ഇന്ത്യയെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടുത്തെ അസംതൃപ്തി എന്നത് എന്താണെന്ന് കോൺഗ്രസ് മനസ്സിലാക്കി അതിനൊരു പ്രതിവിധി തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുമ്പോൾ അതിന്റെ ആനുകൂല്യം കോൺഗ്രസിനും UPAക്കും ഉണ്ടാവുക എന്നതായിരുന്നു ആ ലക്ഷ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. തീർച്ചയായും BJPയുടെ വാഗ്ദാനങ്ങൾ, ഈ സമാനമായ വാഗ്ദാനങ്ങൾ എന്തെല്ലാമാണ് എന്നത് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. 2025 ഇന്ത്യയെ $5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയാക്കും എന്നതാണ് ഒരു സ്വപ്നമായി BJP മുന്നോട്ട് വയ്ക്കുന്നത്. രണ്ടാമത്, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരുടെ എണ്ണം ഒറ്റ സംഖ്യയിലേക്ക് കുറയ്ക്കും എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം. കർഷകർക്ക് വർഷത്തിൽ 6,000 രൂപ പെൻഷൻ, അത് നേരത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നതാണ്. ആ പദ്ധതിയുടെ തുടർച്ചയാണ് കർഷകർക്ക് വർഷത്തിൽ 6,000 രൂപയുടെ പെൻഷൻ എന്നത്. ഹർഷൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസ് അതിന്റെ മാനിഫെസ്റ്റോയിൽ ഈ തൊഴിൽ സംബന്ധിച്ച് കൃത്യമായ കണക്ക് പറയുന്നുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഏറ്റവും പ്രതിസന്ധി നേരിടുന്നതും ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുന്നതും തൊഴിലില്ലായ്മ 20 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും എന്നത് മോദി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ, അല്ലെങ്കിൽ കഴിഞ്ഞ
പ്രകടന പത്രിക അവതരിപ്പിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ വാഗ്ദാനമായിരുന്നു. ആ വാഗ്ദാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നത് എപ്പോഴും കോൺഗ്രസ് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് കൂടിയാണ് അത് ഏത് തരത്തിലാണ് സർക്കാർ സർവീസിൽ മാത്രം 24 ലക്ഷം ഒഴിവുകൾ എന്നതാണ് കോൺഗ്രസിന്റെ വാഗ്ദാനം. ആ നിലയിൽ കോൺക്രീറ്റ് ആയി ഈ വിഷയത്തിൽ തൊഴിലില്ലായ്മ സംബന്ധിച്ച് BJP എന്തെങ്കിലും പ്രകടന പത്രികയിൽ പറയുന്നതായി സൂചനകളില്ല. ഇല്ല. അത് കൃത്യമായി അത് ഒരു പ്രതിസന്ധിയിലാണ് ആ വിഷയത്തിൽ BJP എന്നതാണ്. കാരണം വളരെ കൃത്യമായി ഈ തൊഴിലവസരങ്ങൾ ഇത്രയും സൃഷ്ടിക്കും, 20 കോടി തൊഴിലവസരങ്ങൾ എന്ന വാഗ്ദാനം ഉണ്ടായിരുന്നു. ആ വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കോൺഗ്രസ് നേരത്തെ നമ്മൾ കേട്ടത് തൊഴിലിന് വേണ്ടി ഒരു വകുപ്പ്, തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതിനും ഒരു വകുപ്പ് കേന്ദ്രത്തിൽ BJP കൊണ്ടുവരും എന്ന് പ്രകടന പത്രികയിൽ പറയുമെന്നായിരുന്നു കേട്ടത്. ഒരു കാര്യമുണ്ട്, ഈ സാമ്പത്തിക നയങ്ങളുടെ തുടർച്ച ഈ പ്രഖ്യാപനങ്ങളിൽ കാണാം. കാരണം സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നില്ല BJP. കോൺഗ്രസ് സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അത് ശ്രദ്ധിച്ചില്ലേ? ലോണുകൾ എഴുതിത്തള്ളും, 70,000 രൂപ അനുവദിക്കും, ന്യായ് പദ്ധതി കൊണ്ടുവന്ന് എല്ലാവർക്കും മിനിമം വേതനം ഉറപ്പാക്കും. ഇങ്ങനെ ആ മട്ടിൽ സോളിഡായി ഒരു നിലപാടിലേക്ക് എന്തായാലും BJP പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം BJP പിന്തുടരുന്ന സാമ്പത്തിക നയങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണത്. അതുകൊണ്ട് അത് നടപ്പാക്കാൻ ഏതെങ്കിലും തരത്തിലൊരു തിരുത്തലിന് ഈ ഘട്ടത്തിൽ നരേന്ദ്രമോദി തയ്യാറാകുന്നില്ല. ഇനി അടുത്ത വിഷയം രാജ്യസുരക്ഷയാണ്. രാജ്യസുരക്ഷയിൽ വളരെ പ്രകടമായ വ്യത്യാസം കോൺഗ്രസിൻ്റെയും BJPയുടെയും നയങ്ങളിലുണ്ട്, അവരുടെ പ്രകടന പത്രികകളിലുണ്ട്. കോൺഗ്രസ് മുന്നോട്ട് വെച്ചത് പ്രതിരോധ രംഗത്തെ വിഹിതം കൂട്ടും എന്ന വാഗ്ദാനമായിരുന്നു ഒന്നാമത്. മാവോയിസ്റ്റ് ആക്രമണങ്ങളെ ചെറുക്കും, RBI CBI തുടങ്ങിയവയുടെ സ്വയംഭരണം തിരിച്ചു നൽകും. ഇതെല്ലാം ഈ സമകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ചേർത്ത് നിർത്താൻ പോകുന്ന വിഷയങ്ങളാണ്. ആ വിഷയങ്ങളെല്ലാം ചർച്ചയിലേക്ക് വരണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ആ മട്ടിൽ അവതരിപ്പിച്ചിരുന്നത്. അതോടൊപ്പം അതിന്റെ കൂടെ ചേർത്ത് വെക്കാവുന്നത് എനിക്ക് തോന്നുന്നത് ഈ നമ്മളുടെ ചില മേഖലകളിലെ പ്രത്യേക സായുധ സേനാ നിയമങ്ങൾ പിന്നെ അടക്കം പിൻവലിക്കുമെന്നുള്ളത്. ഒപ്പം ഈ കരുതൽ തടങ്കലിന്റെ കാര്യത്തിൽ നീണ്ടുപോകുന്ന വിചാരണ തടവുകാരുടെ കാര്യം, ഇതെല്ലാം അതിനോട് ചേർത്ത് വയ്ക്കാവുന്ന വിഷയങ്ങളാണ്. അതേസമയം BJP നേരെ വിപരീതമായി തീവ്രവാദത്തിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കും, സേനയെ ശക്തിപ്പെടുത്താൻ അത്യാധുനിക ആയുധങ്ങൾ വാങ്ങും, പ്രതിരോധ പ്രവർത്തനത്തിൽ സേനാ വിഭാഗങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിക്കും, ഒപ്പം ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കും. ഈ വിഷയത്തിൽ തന്നെ വളരെ വ്യത്യസ്തമായ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. കാരണം പൗരത്വ ബില്ലിന്റെ കാര്യത്തിൽ അത് ഒഴിവാക്കും എന്നതടക്കമുള്ള വാഗ്ദാനം പ്രകടന പത്രികയിൽ തന്നെ നൽകി. പക്ഷേ പാർലമെന്റിൽ ഈ ബില്ലിന്റെ സമയത്ത് കോൺഗ്രസിന് അതേ നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എന്നത് ഒരു വിമർശനവുമായിരുന്നു. പക്ഷേ ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമാണ് എന്ന് കോൺഗ്രസ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ആ വിഷയം ആ മട്ടിൽ അവതരിപ്പിക്കുന്നത്. ഇത് BJPക്ക് വേറൊരു തരത്തിൽ എൻകാഷ് ചെയ്യാവുന്ന തെരഞ്ഞെടുപ്പ് വിഷയമാണ്. അതുകൊണ്ട് BJPയും ഇത് തന്നെ പറയുന്നു. വിശ്വാസപരമായ കാര്യങ്ങളിൽ കോൺഗ്രസ് ഒരു പരാമർശവും പ്രകടന പത്രികയിൽ നടത്തിയിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. അതൊരു എന്താണ്, എനിക്ക് തോന്നുന്നു അതിൽ ഒരു നിലപാടെടുക്കാൻ ഒരുപക്ഷെ കോൺഗ്രസിന് കഴിയില്ല. അയോധ്യയുടെ കാര്യത്തിൽ അയോധ്യയിൽ പണ്ടുള്ളതിനേക്കാൾ വ്യത്യസ്തമായി നേതാക്കന്മാർ പലരും കോൺഗ്രസിനാണ് രാമക്ഷേത്രം നിർമ്മിക്കാൻ കഴിയുക എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും അത് ഏതെങ്കിലും തരത്തിൽ പ്രകടന പത്രികയുടെ ഭാഗമാക്കാനൊന്നും കോൺഗ്രസിന് ഈ ഘട്ടത്തിൽ കഴിയില്ല. അതുമാത്രമല്ല, ഈ ശബരിമലയുടെ കാര്യത്തിൽ പോലും രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിന്റെ നിലപാടിൽ നിന്ന് പിന്നോക്കം പോകേണ്ടി വന്നു. ഹർഷൻ, ഇന്നലെ എ കെ ആന്റണിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ശബരിമലയുടെ കാര്യത്തിൽ വിശ്വാസികൾക്ക് അനുകൂലമായ നയം UPA വന്നാൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പക്ഷേ അത് എങ്ങനെ അതിന്റെ വിശദാംശങ്ങളിലേക്ക് അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല. എന്തായാലും അവിശ്വാസിയായ എ കെ ആന്റണിക്ക് വിശ്വാസിയുടെ കാര്യത്തിൽ അത്രയും കരുതലുണ്ട്. പക്ഷേ ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിന് ആദ്യം പ്രഖ്യാപിച്ച നിലപാടിൽ നിന്ന് രാഹുൽ ഗാന്ധിക്കും പിന്നോട്ട് പോകേണ്ടി വന്നു. BJP എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഭാരതീയ സംസ്കാരവും വിശ്വാസവും സംരക്ഷിക്കും എന്നതാണ് BJPയുടെ വാഗ്ദാനം. മുത്തലാഖ്, നിക്കാഹ് ഹലാല ഇല്ലാതാക്കും, ശബരിമല വിഷയത്തിൽ നിയമനിർമ്മാണം പരിഗണിക്കും, രാമക്ഷേത്രം നിർമ്മിക്കും, ഏക സിവിൽ കോഡ് നടപ്പാക്കും. ഇത് വിശ്വാസ സംബന്ധമായ വിഷയങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ, ഒപ്പം ഗംഗാ പുനരുജ്ജീവനം നടപ്പാക്കും തുടങ്ങിയ വാഗ്ദാനങ്ങൾ കൂടി, രാമക്ഷേത്രം നിർമ്മിക്കും തുടങ്ങിയ വാഗ്ദാനങ്ങൾ കൂടി കൃത്യമായി മുന്നോട്ട് വയ്ക്കുകയാണ് BJP. അതായത് രാമക്ഷേത്രം അടക്കമുള്ള വിഷയങ്ങൾ, രാമക്ഷേത്രം പരിശോധിച്ചാലും ഏക സിവിൽ കോഡാണെങ്കിലും ഒക്കെ അത് കാലങ്ങളായുള്ള BJPയുടെ വാഗ്ദാനമാണ്. അതിന് മറ്റൊരു പ്രശ്നം, അത് പ്രത്യയശാസ്ത്രപരമായി BJPക്ക് കൈയൊഴിയാൻ ഒരു തരത്തിലും പറ്റാത്ത ചില വിഷയങ്ങൾ കൂടിയാണ്. അതുകൊണ്ടായിരിക്കും അത് ഒരുപക്ഷെ രാഷ്ട്രീയ എതിരാളികൾ പരിഹസിക്കുന്ന ഒരു വിഷയമാണ്. എല്ലാ
എല്ലാ തവണയും BJP ഇത് പ്രകടന പത്രികയിൽ അവതരിപ്പിക്കുന്നു. പക്ഷേ ഭരണത്തിലെത്തുമ്പോഴും അത് നടപ്പാക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിങ്ങനെ ഒരു പരിഹാസത്തിന് പാത്രമാകുമെന്ന് അറിയാമെങ്കിലും BJPക്ക് അത് ഒഴിവാക്കാൻ കഴിയില്ല എന്നത് ഉറപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇത്തവണ BJP അതിൽ കുറച്ചുകൂടി ഒരു മയപ്പെട്ട നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ചർച്ചകളിലൂടെ ഒരു അനുരഞ്ജനത്തിന്റെ വഴിയിലേക്ക് അയോധ്യയെ കൊണ്ടുവന്നെത്തിക്കാനുള്ള സുപ്രീം കോടതി നീക്കത്തിനൊക്കെ ആ നിലയ്ക്കുള്ള പിന്തുണ BJP നൽകുന്നുണ്ട് എന്ന് തോന്നുന്നു. കാരണം അതുകൊണ്ടാണ് എല്ലാവരെയും അഭിപ്രായത്തിന് വിധേയമാക്കി. മാത്രമല്ല കോടതി ആ മട്ടിൽ നീങ്ങുന്നു. ആ കോടതിയുടെ ഇപ്പോഴത്തെ ഒരു പോക്കിന് ഒപ്പമാണ് ഒരുപക്ഷെ BJP എന്ന് വേണമെങ്കിൽ കരുതണം. അല്ലെങ്കിൽ ഇതിലൊരു സാധ്യത BJP കാണുന്നുണ്ട്. ആ സാധ്യത അതുകൊണ്ടാണ് ഈ അനുരഞ്ജനത്തിൻ്റെ പാതയിൽ രാമക്ഷേത്ര നിർമ്മാണം എന്ന ഒരു വാഗ്ദാനത്തിലേക്ക് വരുന്നത്. ഒരുപക്ഷെ സംഘപരിവാറിനുള്ളിൽ തന്നെ വിമർശനങ്ങൾ ഉയർന്നേക്കാവുന്ന ഒരു പരാമർശമാണ് ആ മട്ടിൽ നോക്കിയാൽ അത്. എനിക്ക് തോന്നുന്നു അനുരഞ്ജനത്തിന് കോടതി നിയോഗിച്ച മീഡിയേഷൻ കൗൺസിലിൽ ശ്രീ രവിശങ്കർ ഉള്ളത് കൊണ്ട് സംഘപരിവാറുമായി അടുപ്പമുണ്ട് അദ്ദേഹത്തിന്. BJP ദേശീയ നേതൃത്വവുമായി വലിയ അടുപ്പമുണ്ട്. ആ നിലയിലൊക്കെ ആയിരിക്കാം BJP ഇതിൽ സാധ്യതകൾ കാണുന്നത്. കോടതിയിൽ എത്തുമ്പോൾ മീഡിയേഷൻ കൗൺസിലിൻ്റെ അഭിപ്രായം അതിൽ ഏതെങ്കിലും തരത്തിൽ ആനുകൂല്യം ആ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിനുണ്ടെങ്കിൽ അപ്പോൾ ഇടപെടാം എന്നതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ BJP കരുതുന്നത്. പക്ഷെ അങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ ഈ കർഷകരുടെ വിഷയങ്ങളിലൊക്കെ ചില വിഷയങ്ങളിൽ ഏതാണ്ട് സമാന സ്വഭാവത്തിലുള്ള ചില വാഗ്ദാനങ്ങൾ ഉണ്ടെങ്കിലും ഇതിപ്പോൾ കൃത്യമായി പറഞ്ഞാൽ രണ്ട് വ്യത്യസ്ത ആശയങ്ങളുടെ പ്രകടമായ ഏറ്റുമുട്ടൽ എന്ന് ഈ തെരഞ്ഞെടുപ്പിനെ എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ പത്രിക മുൻനിർത്തിയാൽ പറഞ്ഞതുപോലെ UPA 1 അനുസ്മരിപ്പിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ പ്രകടന പത്രിക എവിടൊക്കെയോ. അത് സുപ്രധാന നിയമനിർമ്മാണങ്ങൾ നടന്ന ഒരു ഭരണ സംവിധാനമായിരുന്നു. ഈ പറഞ്ഞ വിവരാവകാശ നിയമം, തൊഴിലുറപ്പ് പദ്ധതി അടക്കം വളരെ പ്രധാനപ്പെട്ട നിയമനിർമ്മാണങ്ങൾ നടന്നു, പദ്ധതികൾ, സാമൂഹ്യക്ഷേമ പദ്ധതികൾ നടന്നു. ആ കാലത്തെ അനുസ്മരിപ്പിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ പ്രകടന പത്രിക. BJP അതിന്റെ പരമ്പരാഗത നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ ഈ പറയുന്ന കാർഷിക മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി ഞങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്നു എന്ന സൂചന. ഒന്നാം UPA സർക്കാരിന്റെ കാലത്തുള്ള കോൺഗ്രസിന്റെ പ്രകടന പത്രികയല്ല, ഒന്നാം UPA സർക്കാരിന്റെ പൊതു മിനിമം പരിപാടിയുണ്ട്. ആ പൊതു മിനിമം പരിപാടിയോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു തുടർച്ച എന്ന് പറയാവുന്ന തരത്തിലാണ് ഇത്തവണത്തെ പ്രകടന പത്രിക, കോൺഗ്രസിന്റെ പ്രകടന പത്രിക വന്നത്. BJPയുടെ ഇതുവരെ പറഞ്ഞു പോകുന്ന വിഷയങ്ങളിലെല്ലാം ഉറച്ചു നിന്നുകൊണ്ടുള്ള പ്രകടന പത്രികയാണ് മുന്നോട്ട് വയ്ക്കാനുണ്ടായത്. പക്ഷേ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ, ഒപ്പം ആഭ്യന്തര സുരക്ഷയുടെ കാര്യത്തിൽ, അതെ, പ്രതിരോധ രംഗത്ത്, ഈ വിഷയങ്ങളിലെല്ലാം എങ്ങനെയാണ് BJPയെ എതിർക്കാവുന്നത് അല്ലെങ്കിൽ BJP പ്രതിരോധത്തിലാക്കാവുന്നത് എന്നത് സൂക്ഷ്മമായി പരിശോധിച്ച് തയ്യാറാക്കിയ ഒരു പ്രകടന പത്രികയായിരുന്നു കോൺഗ്രസിൻ്റേത്. ഇത് ഇത്രയുമാണ് നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ഈ രണ്ട് പ്രകടന പത്രികകളെയും താരതമ്യം ചെയ്താൽ നമുക്ക് പറഞ്ഞു പോകാവുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഇനി മറ്റ് വിഷയങ്ങളിലേക്ക് തീർച്ചയായും നമുക്ക് പോകാം. വിജയൻ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിശ്വാസ്യത ഉറപ്പാക്കാൻ VVPAT സ്ലിപ്പുകൾ എണ്ണുന്നത് വർദ്ധിപ്പിക്കണമെന്ന് സുപ്രീം കോടതി. വോട്ടെണ്ണുമ്പോൾ ഒരു നിയമസഭാ മണ്ഡലത്തിലെ 5 VVPATകൾ എണ്ണണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. 50% VVPAT സ്ലിപ്പുകൾ എണ്ണണമെന്ന് ചൂണ്ടിക്കാട്ടി 21 പ്രതിപക്ഷ പാർട്ടികൾ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. ഇത് തൃപ്തികരമല്ല എന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ 21 പാർട്ടികൾ ഈ വിഷയത്തിലൊരു നിലപാട് അറിയിച്ചതാണ്. എങ്കിലും അതിനെ അതിലംഘിച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ഇത് ആ വിശ്വാസ്യത ഉറപ്പാക്കാൻ 5 ഇരട്ടി എണ്ണുക എന്നുള്ളത്. കോടതി പറഞ്ഞത് പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ഉയർത്തുന്ന അഭിപ്രായത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു എന്ന് ചീഫ് ജസ്റ്റിസ് ഈ ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സുതാര്യമായി നടത്തുന്നില്ല എന്ന പ്രതിപക്ഷ വിമർശനം ശക്തമായി നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് ഞങ്ങൾ നിങ്ങളുടെ അഭിപ്രായത്തെ ആദരവോടെ കാണുന്നു. ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒരു മെഷീനിലെ VVPATന് പകരം 5 എന്നതിലേക്ക് ഉയർത്തി എന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു സൂചനയാണ്. കാരണം കോടതി പ്രതിപക്ഷത്തിന്റെ ആവശ്യം അനുസരിച്ച് നീങ്ങിയിരുന്നെങ്കിൽ 6 ദിവസം വരെ വലിയ ടൈം കൺസ്യൂമിംഗ് ആയ ഒരു പ്രോസസ്സായി മാറുമായിരുന്നു. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ ബുദ്ധിമുട്ട് സാങ്കേതികമായി കൂടുതൽ കാര്യങ്ങളെ സാങ്കേതികമായി വളർച്ച നമ്മളെ കൂടുതൽ എളുപ്പത്തിലാക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന തരത്തിലേക്ക് പേപ്പർ ബാലറ്റ് പോലെ ആകുമായിരുന്നു. ഇപ്പോൾ പോലും ഇത് കോംപ്ലിക്കേറ്റഡ് ആണ് എന്നാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ മിക്കവാറും പറയുന്നത്. കാരണം ഇത്രയും പോലും ഇത്രയും എണ്ണേണ്ടി വരുന്നത് ഒരു പ്രായോഗിക പ്രശ്നങ്ങൾ കൂടുതൽ നിലനിൽക്കുന്നു എന്നതാണ് ആ മട്ടിൽ. തെരഞ്ഞെടുപ്പ് സുതാര്യമല്ല ഇന്ത്യയിൽ എന്ന പ്രതിപക്ഷ വിമർശനം നിലനിൽക്കുകയാണ് ഇത് ഉയർന്നു വരുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. തീർച്ചയായും മറ്റു വിഷയങ്ങളിലേക്ക് കൂടി പോകാം. ആറ്റിങ്ങലിൽ ശബരിമല കർമ്മസമിതിയുടെ ലഘുലേഖകൾ തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് പിടികൂടി. നെടുമങ്ങാട് മണ്ഡലത്തിൽ വിതരണത്തിന് കൊണ്ടുവന്നതാണ് ലഘുലേഖകൾ. ആറ്റിങ്ങൽ അവനമഞ്ചേരിയിൽ നിന്നാണ് ലഘുലേഖ പിടികൂടിയത്.
ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി അല്ലമീൻ ഇപ്പോൾ നമ്മോട് ഒപ്പം ചേരുന്നു. വളരെ പെട്ടെന്ന് വന്ന ഒരു വാർത്തയാണ്. അല്ലമീൻ, എന്താണ് ഈ പിടികൂടിയ ലഘുലേഖയിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ? ഹർഷൻ, ശബരിമലയിലെ കമ്മ്യൂണിസ്റ്റ് അതിക്രമവും കോൺഗ്രസിന്റെ വഞ്ചനയും എന്ന തലക്കെട്ടിലാണ് ലഘുലേഖകൾ ഉണ്ടായിരുന്നത്. ശബരിമല കർമ്മസമിതിയുടെ പേരിലുള്ള ലഘുലേഖകളാണിത്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ അവനവഞ്ചേരി എന്ന പ്രദേശത്ത് വെച്ചാണ് ഈ ലഘുലേഖകൾ തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് പിടികൂടിയത്. നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിൽ വിതരണം ചെയ്യാനായി കൊണ്ടുവന്നതെന്നാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നവർ നൽകിയിരിക്കുന്ന വിശദീകരണം. ഡ്രൈവർ ഉൾപ്പെടെ 2 പേരെ ഇലക്ഷൻ സ്ക്വാഡ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഈ ലഘുലേഖകളുടെ ഉള്ളടക്കം എന്താണ് എന്നത് സംബന്ധിച്ചൊരു വ്യക്തത അല്ലെങ്കിൽ അത് സംബന്ധിച്ച വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ നൽകിയിട്ടില്ല. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള പെരുമാറ്റച്ചട്ടമോ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങളോ ഉണ്ടോ എന്നത് സംബന്ധിച്ചുള്ള പരിശോധനകൾ നടക്കുകയാണ്. കളക്ടറുടെ ശ്രദ്ധയിൽ വിഷയപ്പെടുത്തിയിട്ടുണ്ട്. കളക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കും ഇക്കാര്യത്തിൽ തുടർ നടപടികൾ വേണമോ എന്നുള്ള കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ തീരുമാനമെടുക്കുക. അല്ലമീനാണ് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി തൃശൂർ ജില്ലാ കളക്ടർ സുരേഷ് ഗോപിക്ക് നോട്ടീസ് നൽകിയിരുന്നു. ആ നോട്ടീസിന് സുരേഷ് ഗോപി വിശദീകരണം നൽകി. ജാതിയോ മതമോ ദൈവത്തിൻ്റെ പേരോ പറഞ്ഞ് വോട്ട് തേടിയിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടില്ലെന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ഇതിന് സമാനമായ വിജയൻ കുറേ കാര്യങ്ങൾ, അതായത് എനിക്ക് തോന്നുന്നത് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇത്രയും സജീവമായി ഇടപെട്ട് തുടങ്ങുന്നത്, അല്ലെങ്കിൽ ആ സമീപകാലത്തൊന്നും ഒരു തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇത്രയധികം വിഷയങ്ങളിൽ ഇടപെടേണ്ടി വന്നിട്ടില്ല എന്നൊരു സാഹചര്യമുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന TN ശേഷന്റെ പേര് ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. കാരണം അതേ നിലയിലുള്ള ഇടപെടലാണ് ശ്രീ ടിക്കാറാം മീണ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സൂക്ഷ്മമായി ഓരോ വിഷയത്തിലും ഇടപെടുന്നുണ്ട്. അതിപ്പോ പാലക്കാട് MP രാജേഷിന്റെ പ്രകടനത്തിനിടയിൽ വടിവാൾ കണ്ടെടുത്ത സംഭവം, അതുപോലെ തന്നെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പരാമർശം, ദൈവം ചോദിക്കുമെന്ന് പറഞ്ഞ സംഭവം, അത്തരം വിഷയങ്ങളിൽ അടക്കം ഇതൊക്കെ സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മളിത് കേട്ടാലും ഇത് ഇത്രയും ഗൗരവമുള്ളതാണോ എന്ന് നമ്മൾ കരുതിയെന്നില്ല. ഇത് പക്ഷേ വളരെ സൂക്ഷ്മമായി ഓരോന്നും പിടികൂടുന്നു. പരാതികളും ആ മട്ടിൽ ഉയരുന്നു. എനിക്ക് തോന്നുന്നു ദീപക് എന്താണ് സുരേഷ് ഗോപി നൽകിയിരിക്കുന്ന വിശദീകരണം? ദീപക്, ഹർഷൻ, പ്രധാനമായും ഇതിൽ പറഞ്ഞിരിക്കുന്നത് നേരത്തെ തന്നെ BJP അല്ലെങ്കിൽ NDA മുന്നോട്ട് വെച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും പറയുന്നത്. മറ്റൊന്ന്, ദൈവത്തിന്റെ പേരോ അല്ലെങ്കിൽ മതചിഹ്നമോ പ്രചാരണത്തിന് ഉപയോഗിച്ചിട്ടില്ല. മതസ്പർദ്ധ ഉണ്ടാക്കുന്ന പരാമർശങ്ങൾ പോലും പ്രസംഗത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇത്തരത്തിൽ ഒരു വിശദീകരണ കുറിപ്പ് അല്ലെങ്കിൽ മറുപടി എന്നുള്ള നിലയ്ക്ക് നൽകിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ശബരിമല ഒരു ദേശത്തിന്റെ പേരാണ്. ക്ഷേത്രത്തിന്റെയോ അയ്യപ്പന്റെയോ പേര് തന്റെ പ്രസംഗത്തിൽ എവിടെയും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള ഒരു വിശദീകരണമാണ് ചീഫ് ഇലക്ഷൻ ഏജന്റ് മുഖേന ഇന്ന് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 48 മണിക്കൂറിനകം തന്നെ ഒരു വിശദീകരണം ഈ വിഷയത്തിൽ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യ ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ ഒരു നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സമയപരിധി അവസാനിക്കുന്നത് കണക്കെടുത്ത ഇന്നിപ്പോൾ ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത്. ദീപക്കാണ് വിവരങ്ങൾ നൽകിയത്. വിജയൻ, അപ്പോൾ നേരത്തെ പറഞ്ഞു വന്നതുപോലെ ഈ വിഷയങ്ങളിലെല്ലാം സജീവമായി ഇടപെടുന്നു. അത് മാത്രമല്ല, MK രാഘവന്റെ വിഷയത്തിൽ ആ വിഷയത്തിലും ഒളിക്യാമറയിൽ ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, സൂക്ഷ്മമായി കൃത്യമായ നിർദ്ദേശങ്ങൾ, അതായത് ദൈവത്തിന്റെ പേര് പറഞ്ഞ് പേടിപ്പിക്കരുതെന്ന് കടകംപള്ളി സുരേന്ദ്രന് താക്കീത് നൽകുന്നു. അതോടൊപ്പം ഈ കളക്ടർ TV അനുപമയെ ഭീഷണിപ്പെടുത്തുന്നതിനെതിരെ അദ്ദേഹത്തിന്റെ കമന്റ് വന്നിരിക്കുന്നു. അങ്ങനെ വളരെ സജീവമായാണ് ഇടപെടൽ. ഞാൻ വരുന്ന വഴി എന്റെ വാഹനവും പരിശോധിച്ചു. ഇലക്ഷൻ വിജിലൻസാണെന്ന് ബോധ്യമായി. എന്തായാലും തൽക്കാലം നമുക്കിവിടെ ഇന്നത്തെ ഇലക്ഷൻ എക്സ്പെർട്ട് അവസാനിപ്പിക്കാം. അല്പസമയത്തിനകം ഇടവേളയ്ക്ക് ശേഷം കോഴിക്കോട്ട് നിന്ന് എൻകൗണ്ടർ ആരംഭിക്കും. ഗോപികൃഷ്ണൻ കോഴിക്കോട് നിന്ന് ചേരും. നമസ്കാരം. You are watching 24 from News Headquarters, Kochi.